ചൈനയുടെ അതിർത്തിയിൽ നരേന്ദ്രമോദി വിമാനം ഇറക്കിയോ? ഹൈവേ അല്ലേ? അതെ. അത് പറയും മുമ്പ് നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ട, പ്രിയൻ ഈ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞില്ലേ, മോദിയുടെ ഒരു വിമാനം 2021 നവംബർ 16 ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലുള്ള ഹൈവേയിൽ വിമാനം ഇറക്കി. 341 കിലോമീറ്റർ നീളമുള്ള ഹൈവേയാണ്. ആ ഹൈവേയിൽ മോദിയുമായിട്ട് വന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വെറും വിമാനമല്ല, ഇന്ത്യയുടെ കൂറ്റൻ വിമാനം C-130 സൂപ്പർ ഹെർക്കുലീസ് വിമാനമാണ് ഹൈവേയിൽ കൊണ്ടിറക്കി ഉത്തർപ്രദേശിൽ. അപ്പോൾ നമ്മുടെ സർക്കാർ നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ നാഷണൽ ഹൈവേ വിമാനങ്ങൾക്കിറക്കാവുന്ന തരത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. റൺവേക്ക് സമാനമായ വിമാനമിറക്കാൻ പറ്റുന്ന ഹൈവേകളാണ് നിർമ്മിക്കുന്നത്. ഹൈവേ ത്രൂ ഔട്ടല്ല, ഈ 341 കിലോമീറ്ററിൽ 3.2 കിലോമീറ്റർ 3.4 കിലോമീറ്റർ ദൂരം, അതായത് ഈ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ട് റൺവേ പോലെ നിർമ്മിക്കുകയാണ്. അവിടെ ചെറിയ വിമാനങ്ങൾ, കൂറ്റൻ C-130 പോലെയുള്ള കൂറ്റൻ ചരക്ക് വിമാനങ്ങൾ, എന്തിന് ബോയിങ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ വരെ ഇറക്കാം. അടിയന്തര ഘട്ടം വന്നാൽ ഇറക്കാം. മറ്റതെന്താണ്, യുദ്ധവിമാനങ്ങൾ ഇറക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ നമ്മുടെ എയർ സ്ട്രിപ്പുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മൾ അവരുടെ റൺവേ ഒക്കെ അടിച്ചു കളഞ്ഞു. ഇപ്പോൾ അവർക്ക് യുദ്ധവിമാനം ഇറക്കാൻ പറ്റുന്ന സംവിധാനമില്ല. അവിടുത്തെ റോഡിൻ്റെ ഒന്നും സ്ഥിതി പറയുമ്പോണ്ട, കേരളത്തിലെ റോഡുകൾ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നരേന്ദ്രമോദിയുടെ കാലത്ത് നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായതിനു ശേഷം നമ്മുടെ റോഡുകൾ കേരളത്തിൽ തന്നെ കാണാം. 4 വരി പാത, 6 വരി പാത, 8 വരി പാത, 12 വരി പാതകൾ വരെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ഹൈവേ നിർമ്മാണത്തിൽ സർവകാല റിപ്പോർട്ട് കാർഡുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാരത സർക്കാർ. അതായത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അടിയന്തരമായി വേണ്ടത് നല്ല റോഡുകളാണ് എന്നുള്ള കണക്കുകൂട്ടലിൽ അതിവേഗത്തിൽ ബഹുദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈവേകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ സുൽത്താൻപൂരിൽ നമ്മളിങ്ങനെ ഇറങ്ങിയത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതല്ല, സംഭവിക്കാൻ പോകുന്നത് വലിയ വാർത്തയായി ലോകം ഞെട്ടാൻ പോകുന്നൊരു വാർത്തയാണ്. ചൈനയുടെ അതിർത്തിയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനടുത്ത് നരേന്ദ്രമോദി ഇന്ത്യയുടെ യുദ്ധവിമാനത്തിൽ വന്നിറങ്ങാൻ പോവുകയാണ്. അത് ഫെബ്രുവരി 14 സംഭവിക്കുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. അതായത് അവിടെ നിർമ്മിക്കുന്ന ഹൈവേയിൽ NH നാഷണൽ ഹൈവേ 127ൽ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ELF ഒരുക്കിയിട്ടുണ്ട്. ഈ ELFൻ്റെ ഭാഗമായി ദിബ്രുഗഡ് മൊറാൻ സ്ട്രെച്ചിൽ 14 ഒരു യുദ്ധവിമാനത്തിൽ, അത് ഒരുപക്ഷെ ഹെർക്കുലീസ് കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണോ അതോ മറ്റേതെങ്കിലും വിമാനമാണെന്നറിയില്ല, വിമാനം വന്നിറങ്ങും. ഗുവാഹട്ടിയിൽ നിന്ന് വിമാനം ഇറങ്ങിയിട്ട് എയർ ഇന്ത്യ 1 വന്നിറങ്ങുന്ന മോദി അതിൽ നിന്ന് ഒരു സൈനിക വിമാനത്തിൽ കയറി അവിടെ വന്നിറങ്ങുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നലെ വാർത്താലേഖകരോട് പറഞ്ഞത്. അപ്പോൾ ആസാമിനെ സംബന്ധിച്ച് ആസാമിലും അതിവേഗം ഹൈവേ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ ആസാം മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് PM-ൻ്റെ സന്ദർശനത്തിന് പിന്നാലെ സുഖോയ്, റഫേൽ വിമാനങ്ങൾ പങ്കെടുക്കുന്ന 40 മിനിറ്റുള്ള ഒരു എയർ ഷോയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4.2, മറ്റേ സുൽത്താൻപൂരിലെ 3.2 ആയിരുന്നെങ്കിൽ ഇത് 4.2 കിലോമീറ്റർ നീളമുള്ള ഒരു ലാൻഡിംഗ് സ്ട്രിപ്പാണ് ഹൈവേയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മിലിറ്ററി, സിവിലിയൻ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള അതിശക്തമായ ഒരു ഹൈവേ ആണ്. അവിടെ നടുക്ക് ഡിവൈഡറില്ല. അതുമാത്രമല്ല, ഇരുവശത്തും മൃഗങ്ങളും മറ്റും കയറാതിരിക്കാനുള്ള വലിയ ശക്തമായ ഫെൻസിങ്ങും ഉണ്ട്. അതാണിപ്പോൾ ഈ ഹൈവേയുടെ കാര്യത്തിൽ പറയുന്നത്. ഹൈവേയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇത് ഏറ്റവും നിർണായകമായ കാര്യം പറയുന്നത് 2 വിദേശ രാജ്യങ്ങളുടെ ചേർന്നാണ്. ഒന്ന് LACയോട് ചേർന്ന് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിക്ക് LAC ആണ് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള LOC ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ലൈൻ ഓഫ് കൺട്രോളാണ്. ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ്. എന്ന് പറഞ്ഞാൽ ഇത് പെർമനൻ്റ് അല്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി ആരുടെ കയ്യിൽ ഭൂമി ഇരിക്കുന്നു അത്രയും ഭൂമി നമ്മുടേത്. അത് പിന്നീട് മാറ്റം വരാം. കാരണം നമ്മൾ അവരുടെ ഭൂമി നമ്മുടേതാണ്, നമ്മൾ തർക്കം വയ്ക്കുന്നുണ്ട്. അവർ നമ്മുടെ പക്കലുള്ള ഭൂമി അവിടെയാണെന്നുള്ള തർക്കം പറയുന്നുണ്ട്. ബട്ട് EMS പറഞ്ഞ പോലെ ഉള്ള ഒരു സ്ഥലം എന്നല്ല, ഇന്ത്യയുടെ നിന്നും പറയുന്ന സ്ഥലം പോലെയുള്ള അതൊരു തർക്ക വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരു തർക്കമുള്ള അരുണാചൽ പ്രദേശും സിക്കിമും ഒക്കെ പൂർണ്ണമായും ചൈന പറയുന്നു ചൈനയുടെ ആണെന്ന് പറയുന്നു. നമ്മളും അതുപോലെ ചൈനയിലുള്ള ചില സ്ഥലങ്ങളുടെ ഒരു ക്ലെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈന സമീപകാലത്ത് അരുണാചൽ പ്രദേശിലൊക്കെ ഉള്ള ചില സ്ഥലങ്ങൾക്ക് കയറി ചൈനീസ് പേരിട്ടു. നമ്മളപ്പോൾ എന്താ ചെയ്ത്, മോദിയുടെ കാലത്ത് മാത്രം നടന്ന കാര്യമാണ്. അതിന് മുമ്പ് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. നമ്മൾ ചൈനയിലെ കുറേ സ്ഥലങ്ങൾക്ക് നമുക്ക് രാംപൂർ എന്നൊക്കെ നമ്മളും പേരിട്ടു. അപ്പോൾ ഇതാണ് പരസ്പരമുള്ള കൊണ്ടും കൊടുത്തും നിൽക്കുന്ന ഒരു തന്ത്രമാണ്. അപ്പോൾ ചൈനയുടെ അതിർത്തിയോട് ചേർന്നിട്ട് നമ്മൾ
യുദ്ധവിമാനങ്ങൾക്കും യാത്രാ വിമാനങ്ങൾക്കും കൂറ്റൻ ചരക്ക് വിമാനങ്ങൾക്കും ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൂറ്റൻ റൺവേക്ക് സമാനമായ എയർ സ്ട്രിപ്പ് ഹൈവേയിലുണ്ടാക്കുന്നു ചൈനയോട് ചേർന്ന്. അതുകൂടാതെ മ്യാൻമറിൻ്റെ അതിർത്തിയോടും ചേർന്ന് 2 അതിർത്തി രാജ്യങ്ങളോടും ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു കാഷ്വാലിറ്റി വന്നാൽ, ഒരു അടിയന്തര സാഹചര്യം വന്നാൽ 2 രാജ്യങ്ങളുടെ നേർക്കും പറന്നുയരാൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് വിമാനത്താവളത്തിന് പകരം ഈ എയർ സ്ട്രിപ്പ് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഈ മേഖലയ്ക്കടുത്ത് ദിബ്രുഗഡ് എയർപോർട്ടുണ്ട്, ചൗബ എയർഫോഴ്സ് സ്റ്റേഷനുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ 2 വിമാനത്താവളങ്ങളിൽ നിന്നും നമ്മുടെ വിമാനങ്ങൾക്ക് പറന്നിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അത് ഉറപ്പായിട്ടും ഈ എയർ സ്ട്രിപ്പിൽ നിന്ന് NH നാഷണൽ ഹൈവേ 127 ഈ സ്ട്രെച്ചിൽ നിന്ന് നമ്മുടെ യുദ്ധവിമാനങ്ങൾ പറക്കും. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ ഈ സമീപകാലത്ത് മോദി വന്നതിന് ശേഷമുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിദ്രുതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മുമ്പ് കോൺഗ്രസിൻ്റെ കാലത്ത് ആൻ്റണി വരെ പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് അതിർത്തിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തില്ല. കാരണം അതിർത്തിയിൽ നമ്മൾ വലിയ റോഡുകളൊക്കെ ഉണ്ടാക്കിയാൽ ചൈനയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, ചൈനയെ പ്രകോപിപ്പിക്കും. അതുമാത്രമല്ല, നമ്മൾ നല്ല റോഡുണ്ടാക്കിയാൽ അതിൽ കൂടെ ചൈന ഇങ്ങോട്ട് കയറി വരും. നല്ല റോഡുണ്ടാക്കിയാൽ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാം എന്നതിനെക്കുറിച്ച് ആൻ്റണി ആലോചിച്ചിട്ടില്ല, കോൺഗ്രസ് ആലോചിച്ചിട്ടില്ല. പക്ഷേ അവരിങ്ങോട്ട് കയറി വരും എന്ന് പറഞ്ഞ് അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. സമീപകാലത്തുണ്ടായൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ അതിർത്തിയിൽ ഈ റോഡടക്കമുള്ള റോഡും പാലങ്ങളും ഒക്കെ വലിയ തോതിൽ നിർമ്മിക്കുമ്പോൾ അവിടെയുള്ള ചില പരിസ്ഥിതി പ്രവർത്തകർ സുപ്രീം കോടതിക്ക് പോയി കേസ് കൊടുത്തു. സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അവിടെ മരം വെട്ടുന്നു, പാറ പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു കേസ്. അപ്പോൾ അതിനുശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ സർക്കാർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വലിയ മുൻകൈ നൽകിക്കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി വലിയ നടപടികൾ എടുക്കുന്നു, അതിർത്തിയിലെ റോഡുകൾ ഉണ്ടാക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു, അതിർത്തിയിൽ നല്ല പാലങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ സൈന്യത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടാങ്കുകളൊക്കെ കയറിപ്പോകാൻ പറ്റുന്നുള്ള വലിയ വിസ്തൃതമായ ബലപ്പെട്ട റോഡുകൾ ഉണ്ടാക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തനം നടന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കേസ് കൊടുക്കുന്നു. സുപ്രീം കോടതി ഹർജി കിട്ടിയ പാടെ അത് വർക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമാണ്. അത് ഒരു പരിസ്ഥിതി മൗലികവാദത്തിന് നിർഭാഗ്യകരമെന്ന നിലയിൽ നമ്മുടെ കോടതികൾ വഴങ്ങുന്നുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസിനെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ചു. അതിന് ഫലമുണ്ടായി. പിറ്റേ ആഴ്ച ഈ ചീഫ് ജസ്റ്റിസ് ഈ പരിസ്ഥിതി കേസുകളെല്ലാം തൻ്റെ കോടതിയിലേക്ക് വിളിച്ചിട്ട് സ്റ്റേ അങ്ങ് വെക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് അതിർത്തിയിൽ, ചൈനയുടെ അതിർത്തിയിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനു മുമ്പ് ചൈന ഏകപക്ഷീയമായി നമ്മുടെ അതിർത്തിയിൽ വലിയ റോഡുകൾ ഉണ്ടാക്കുന്നു. എന്തിന്? നമ്മുടെ രാജ്യത്തിലൂടെ ഒഴുകുന്ന നദികളിലെ ജലം തടസ്സപ്പെടുത്തുമാറ് വലിയ അണക്കെട്ടുകൾ പോലും അവർ നിർമ്മിക്കാൻ തുടങ്ങി. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് തിരിച്ച് ചൈനയിലേക്ക് ഒഴുകുന്ന നദിയിൽ നമ്മൾ അണകെട്ടുന്ന പണി തുടങ്ങിയത്. അപ്പോൾ ഏകപക്ഷീയമായി ചൈനീസ് പേടിയിൽ കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ ചൈനയോട് വിധേയത്വം കാണിച്ച് നിന്നിരുന്ന ഒരു സർക്കാരും പാർട്ടിയുമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ സമീപകാലത്തല്ലേ ഗാൽവാൻ ഏറ്റുമുട്ടൽ കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയിൽ പോയത്. ആദ്യമേ അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചൈനീസ് അംബാസഡർ അത് സമ്മതിച്ചതിന് ശേഷം അത് വെറുതെ പോയി ഒരു ചായ കുടിക്കാൻ പോയതാണ്. ചായ കുടിക്കാനേ ചൈനീസ് എംബസിയിലെ. അത് മാത്രമല്ല, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കോൺഗ്രസ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിരുന്നു. അത് ഷീ ആയിരുന്നു അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. എന്താണ് ചൈനീസ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും തമ്മിലുള്ള കരാർ, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഇന്ന് വരെ ഇന്ത്യയിൽ ആർക്കും അറിയില്ല. ഇപ്പോഴും ചൈനയുടെ പേരിൽ ഒരു വ്യാജമായ ആരോപണം ഉയർത്തി. ചൈന ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ചൈനീസ് ടാങ്കുകൾ വന്നപ്പോൾ അന്നത്തെ ജനറൽ സർക്കാരിനോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്. ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഉചിതം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. അതല്ലേ ഏറ്റവും മറുപടി. ബ്ലാങ്കായിട്ട് മറുപടി കൊടുത്തിരിക്കുക, നിങ്ങൾ ഉചിതം പോലെ ചെയ്യൂ എന്ന്, ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെ വളച്ചൊടിച്ച് അതൊരു മുദ്രാവാക്യം ആക്കി മാറ്റിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ചൈനയോടുള്ള ഇവരുടെ ഇഷ്ടം അല്ലെങ്കിൽ വിധേയത്വം, ചൈനയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവർക്ക് വലിയ ക്ഷീണമാണ്. ചൈനീസ് ഡ്രോണുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ചൈനീസ് ഡ്രോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൈനീസ് ഡ്രോണിൻ്റെ മികവ് കണ്ടോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറെ പോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രസമ്മേളനം നടത്തി. അങ്ങനെ രാജ്യവിരുദ്ധമായ, ചൈനയ്ക്ക് അനുകൂലമായ നിലപാടുകളൊക്കെ എടുക്കുന്ന സമയത്താണ് ചൈനയുടെ മൂക്കിന് താഴെ ഒരു എയർ സ്ട്രിപ്പ് പോലെയുള്ള ഹൈവേ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു യുദ്ധവിമാനത്തിൽ അവിടെ പറന്നിറങ്ങുന്നു. വേണമെങ്കിൽ എയർഫോഴ്സ് 1 വന്നിറങ്ങാം. ഹെർക്കുലീസ് C-130 ഇറങ്ങാൻ പറ്റുന്ന വിമാനമാണെങ്കിൽ എയർഫോഴ്സ് 1 എയർ ഇന്ത്യ 1 അവിടെ ഇറങ്ങാം. കാരണം അത് ഒരു ബോയിങ് വിമാനമാണ്.
അതിനിറങ്ങാം. അപ്പം എന്തുകൊണ്ടാണ് ഒരു മെസ്സേജാണ് അതിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി യുദ്ധവിമാനത്തിൽ ചൈനയുടെ അതിർത്തിയിൽ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഹൈവേയിൽ വന്നിറങ്ങുന്നു എന്നുള്ള വലിയ വാർത്തയാണ്. ചൈന ഞെട്ടും, മ്യാൻമറും ഞെട്ടും. കാരണം മ്യാൻമറിൽ നിന്നും വളരെ വെളിപ്പാടകലെ ആണ് മ്യാൻമർ അതിർത്തി. അപ്പോൾ അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന ഒരു നിർണായക നീക്കമാണ് എന്നതുകൊണ്ടാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇത് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അന്ന് മാത്രമല്ല, ഹിമന്ത പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട പാലം ഗുവാഹട്ടിയും നോർത്ത് ഗുവാഹട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമാർ ഭാസ്കര വർമ്മ പാലം എന്ന് പറയുന്ന ഒരു വലിയ പാലത്തിൻ്റെ ഉദ്ഘാടനവും വേറെ ഒരുപാട് വികസന പദ്ധതികളും പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. 3 മാസത്തിനിടയ്ക്ക് 3ാമത്തെ തവണയാണ് മോദി ആസാമിലെത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകൾ, അതും നമ്മൾ അറിയാത്ത വാർത്തകൾ, മറ്റു പലരും പറയാൻ മടിക്കുന്ന വാർത്തകൾ നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇന്ത്യ ലൈവ്. ഇന്ത്യ ലൈവിനെ ഉറപ്പായും സഹായിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചാനലിൻ്റെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രൈബ് ബാർ തെളിഞ്ഞു വരും. അവിടെയും ബെല്ലൈക്കണിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക.